ഇപ്പം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചാൽ നിലവിൽ ഉപാധികൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് ട്രംപ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക പറയുന്ന പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇറാനെ ആക്രമിക്കും, കീഴ്പ്പെടുത്തും എന്നൊക്കെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അത് ട്രംപിന്റെ കൊണ്ട് നമുക്ക് അതെങ്ങനെയാണ് സംഭവിക്കുക, ഇനി അടുത്തതായിട്ട് എന്താ ട്രംപ് പറയുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. രണ്ടായിരുന്നാലും ഈ പരസ്പരമുള്ള ഉപാധികൾ പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നതുകൊണ്ടാണല്ലോ ഈ ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് രണ്ടാമത്തെ ചർച്ചയ്ക്കുള്ള വേദി ഒരുക്കിയെങ്കിലും അതിന് ബന്ധപ്പെട്ടവർ വരാതിരുന്നത്. സ്വാഭാവികമായിട്ടും വ്യവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായി പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും ധാരണ ഇല്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ട് ഇറാൻ വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാനുള്ള പരമാധികാരം അംഗീകരിക്കണം എന്നതാണ്. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പം സമുദ്രപാതയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് ഇറാനിലേക്ക് വരാനും പോകുവാനുള്ള കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. അല്ലെങ്കിൽ യമനുമായി ചേർന്നുകൊണ്ടുള്ള ഈ ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം ഇറാൻ ഒരുക്കും, അതിനെ അംഗീകരിക്കണം. പിന്നെ അതുപോലെ തന്നെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചർച്ചകളിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. ന്യൂക്ലിയർ വിഷയത്തിൽ തൽക്കാലം തീരുമാനമെടുക്കേണ്ട, കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താൽക്കാലിക കരാറിലേക്ക് പോകണം. ഇങ്ങനെയുള്ള കുറേയധികം നിർദ്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇവർ പരസ്പരം അംഗീകരിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയുമില്ല. രണ്ടായിരുന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നോ വാർ നോ പീസ്, യുദ്ധവുമില്ല എന്നാൽ സമാധാനവുമില്ല. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും അതൊരു യുദ്ധമായി മാറാം, ഏത് സമയത്ത് വേണമെങ്കിലും ചർച്ചയിലൂടെ അതൊരു സമാധാന പാതയിലേക്കും പോകാം എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം പരിഹാരത്തിലേക്ക് ഒരു മാർഗമില്ലാതെ എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ, എന്നാൽ ആ നിലപാടിലേക്ക് രണ്ടു കൂട്ടരെ എത്തിക്കുവാൻ ആർക്കും കഴിയുന്നില്ല എന്നതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ വന്നിട്ട് നേരെ പോയത് റഷ്യയിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് ശക്തികളുടെ നിലപാടുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് നിർണായകമായി വരാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. മാത്രമല്ല നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വായിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ നിലപാടിന്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം ചൈനയാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പൊ ചൈന പരസ്യമായിട്ട് തന്നെ അമേരിക്കൻ നിലപാടിനെ തള്ളിപ്പറയുകയും സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക പിടിച്ചെടുത്ത 2 കപ്പലുകൾ അത് ചൈനയിലേക്ക് എണ്ണ കൊണ്ടുപോയിരുന്ന കപ്പലുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ട്സുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേവലം ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിൽ മാറിയിട്ട് ലോക സമ്പദ് വ്യവസ്ഥയും മറ്റു വൻശക്തികളെയും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഇവർ പരസ്പരം വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായൊരു വിവരമില്ലാത്തപ്പോ യുദ്ധവുമില്ല സമാധാനവുമില്ല, എന്നാൽ സംഘർഷം ഏത് സമയത്തും വർദ്ധിക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തന്നെ പ്രധാനമായിട്ടും പലപ്പോഴും ഇപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ ആണെങ്കിലും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും പലയിടങ്ങളിലും യുദ്ധം നടക്കുമ്പോൾ നമ്മളെ അത് ഒരിക്കലും ബാധിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഈ ഒരു യുദ്ധത്തിലൂടെ തന്നെയും അത് ഏറ്റവും കൂടുതൽ നമ്മളെ അടക്കം സാധാരണക്കാരെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചതാണ്. ഈ ഒരു യുദ്ധത്തിലൂടെ പല കാര്യങ്ങളും ലോകരാജ്യങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ യുദ്ധങ്ങൾ നമ്മളെ ബാധിക്കാറില്ല. ഉദാഹരണമായിട്ട് യുക്രൈൻ യുദ്ധം നമ്മളെ ബാധിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ ആ യുദ്ധം നമ്മളെ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എണ്ണയുടെ വില പിടിച്ചു നിർത്തുന്നതിനും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ കിട്ടുന്നതിനും നമുക്ക് സഹായകരമായി. പക്ഷേ ഈ യുദ്ധം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളീയർ, മലയാളികൾ, ഇന്ത്യക്കാർ ജീവിക്കുന്ന സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അവിടെ യുദ്ധമുണ്ടായി 2ാമത്തെയോ 3ാമത്തെയോ ദിവസം നമുക്ക് ഗ്യാസിന്റെ ലഭ്യതയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ വലിയ ദൗർലഭ്യമുണ്ടായി. കൂടാതെ അതിനുശേഷം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. എത്രയോ കടകളും സ്ഥാപനങ്ങളുമാണ് അടച്ചിട്ടിരിക്കുന്നത്. റോഡ് പണികൾ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ടാറിംഗ് മെറ്റീരിയൽസ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിന് നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മൾ ഒരു രാജ്യവുമായി നേരിട്ട് യുദ്ധം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ഒരു ചെറിയ സംഘർഷമൊക്കെ ആണെങ്കിൽ നമ്മളെ അത് വലിയ രീതിയിൽ ബാധിക്കാറില്ല. പക്ഷെ ഗൾഫിലൊരെണ്ണം ഉണ്ടായപ്പോൾ
നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചരക്ക് നീക്കുകൾ ഉൾപ്പെടെ, നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വരവ് പോക്കുകൾ, ഇവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ, ആർക്കെപ്പോൾ വരാൻ കഴിയും, പോകാനും കഴിയും, ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ഒന്നും പ്രവചനാതീതമാകുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിനകത്ത് കൃത്യതയില്ലാത്തൊരു സാഹചര്യമാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. യുദ്ധം തുടർന്നാൽ കേരളത്തെ മാത്രമല്ല ഇന്ത്യ ആകമാനം മൊത്തത്തിൽ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഇറാനും ഇന്ത്യയും തമ്മിലൊരു കരാറുണ്ടല്ലോ, അവിടെ ചബാർ തുറമുഖം നമുക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളത്. അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞു. അപ്പം നമ്മൾ അതിലും ഒരു പ്രതിരോധത്താണ് നിലവിൽ ഉള്ളത്. ആ തുറമുഖം ഒരു ഇറാനിയൻ കമ്പനി ഏൽപ്പിക്കാം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ദൈനംദിന ജീവിതത്തെ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭൗമരാഷ്ട്രീയമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള താല്പര്യങ്ങളെയൊക്കെ ഈ യുദ്ധം വലിയ രീതിയിൽ ബാധിക്കുകയാണ്. നമ്മൾ പല രീതിയിലും നമുക്ക് പല വിലങ്ങുതടികൾ ഉണ്ട് താനും. കാരണം നമ്മൾ പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രിയപ്പെട്ടവനായി മാറി അവിടെ ഒരു മധ്യസ്ഥ വഹിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും അമേരിക്ക പറയുന്നതിൽ വിട്ടു കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്വതന്ത്രമായ വിദേശ നയത്തിലുള്ള സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവിനെ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതേസമയം നമ്മൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് ചൈനയിൽ നിന്നുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഭൗമരാഷ്ട്രീയ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെയും ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പ്ലെയർ ആയിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയും ആശങ്കയും പ്രവചനാതീതമായ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.